ആ അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? വാ വാ വാ. ഹലോ. ഞങ്ങൾ അനുവാദം ചോദിക്കാതെ അകത്തോട്ട് വന്നത് ബുദ്ധിമുട്ടായില്ലല്ലോ? അതെന്തൊരു ചോദ്യാ, എനിക്ക് സന്തോഷല്ലേ ഉള്ളൂ. സാധാരണ കല്യാണ പയ്യനൊരുക്കാൻ ചുറ്റും ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും, കൂട്ടുകാരും ബന്ധുക്കളൊക്കെ ആയി. എനിക്കങ്ങനെ ആരുമില്ലല്ലോ. എന്റെ വിക്രം ഇങ്ങനെ, വിക്രത്തിന് ഞങ്ങളൊക്കെ ഇല്ലേ? ഇല്ലെന്നല്ല പറഞ്ഞത്. ഈ അനാഥത്വത്തിനൊരു കുഴപ്പമുണ്ട്. അത് ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങൾ ഒരുക്കി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുറച്ച് സമയം കൂടി കഴിയുമ്പോ വിക്രം ഞങ്ങളുടെ അനിയത്തിയുടെ ഭർത്താവാണ്. ഭർത്താവും അളിയനും ഏട്ടനും മരുമകനുമൊക്കെ ആകുന്ന ഒരാളെ അനാഥനെന്ന് വിശേഷിപ്പിച്ചാൽ ആളുകൾ ചിരിക്കും. അത് ശരിയാ. അപ്പൊ കുറച്ച് സമയം കൂടിയേ എനിക്ക് അനാഥപ്പെട്ടുള്ളൂ അല്ലേ? അതെ. അതോടെ വിക്രം മാധവൻ നായർ ചന്ദ്രികാമ ദമ്പതികളുടെ മരുമകനാണ്. അതെ, ഞങ്ങളുടെ രണ്ടാമത്തെ അളിയൻ. സത്യം പറയാലോ, ആദ്യത്തെ അളിയനായ സതീഷിന് ഞങ്ങളെ കൊണ്ട് സാമ്പത്തികമായ വലിയ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിലും എനിക്ക് സതീഷിന് അളിയനെ കൊണ്ടും സതീഷിന് ഞങ്ങളെ കൊണ്ടും യാതൊരു ഉപദ്രവവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ആ പറഞ്ഞത് നേരെ. കറക്റ്റ്. ഉപദ്രവം മുഴുവനെ അളിയന്റെ ഭാര്യയെ കൊണ്ടേ ഉള്ളൂ. അതായത് രണ്ട് പരട്ടകൾ. ഇരട്ടെന്ന് ഉദ്ദേശിച്ചത് എന്റെ മൂത്ത പെങ്ങളെ കുറിച്ചാ. അറിയാം. ഏട്ടോ, നമ്മൾ വന്നത് എന്തിനാന്ന് പറയും. പിന്നെ കല്യാണ ചെക്കനെ ഈ രണ്ടളിയന്മാരും കൂടി ഒരുക്കാൻ പോവാ. അതൊന്നും വേണ്ട, ഞാൻ ചെയ്തോളാം. പെണ്ണിനെ ഒരുക്കാൻ അവിടെ ഒരു സൈന്യം തന്നെയുണ്ട്. അപ്പോ പയ്യനങ്ങനെ ഒറ്റക്കൊരുങ്ങണ്ടല്ലോ. അതെ. മുത്തശ്ശി നാരങ്ങ. സന്തോഷായി എനിക്ക്. എല്ലാരും വന്നല്ലോ. വാ, അകത്തേക്ക് വാ. അമ്മേ പിടിച്ചു. അളിയ വാ. നമസ്കാരം. മാധവൻ നായരെ, കല്യാണം നടത്തിക്കാനുള്ള ആളിങ്ങെത്തിയല്ലോ. കുറുപ്പ് സാറ് വൈകുന്തോറും ടെൻഷനിലായിരുന്നു ഞാൻ. അതെന്താ മാധവൻ നായരെ, കുറുപ്പ് ഒരു വാക്ക് പറഞ്ഞ ഉറപ്പാണെന്നാണ് അതിന്റെ അർത്ഥം. അല്ല, സാധാരണ എംഎൽഎമാര് സമയം തെറ്റിച്ചിട്ടല്ലേ വരാറ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു. മറ്റുള്ളവരുടെ വീട്ടിലെ ഫംഗ്ഷൻ, ഇത് നമ്മുടേതല്ലേ, സ്വന്തം വീട്ടിലെ ഫംഗ്ഷൻ. സമയം തെറ്റിക്കാൻ പാടില്ല. അല്ല, ചന്ദ്രികയെ കാണുന്നില്ലല്ലോ. അത് പിന്നെ അത്യാവശ്യമായിട്ടൊന്ന് വീട് വരെ പോയിരിക്കുക. ഇപ്പൊ ഇങ്ങെത്തും. ഓ, ജഗൻ ചേട്ടൻ വന്നില്ലേ? അവരൊരു കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ പോയതാ. അച്ഛൻ പോകേണ്ട മീറ്റിംഗ് ആയിരുന്നു. അതെ അതെ അതെ, ഞാനാ അവനെ നിർബന്ധിച്ചയച്ചതേ അല്ലേ. കല്യാണത്തിന് അവൻ കൃത്യമായിട്ട് എത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മുഹൂർത്തമുണ്ട് എന്ന് വെച്ച് നമ്മുടെ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ലല്ലോ. അതെ അതെ അതെ. മാധവൻ നായര് കാശി രാമേശ്വര യാത്രയെ കഴിഞ്ഞ് എപ്പോ എത്തി? ഇന്നലെ എത്തിയതേ ഉള്ളൂ. മോളുടെ പേരില് കുറെ വഴിപാടുകൾ ഉണ്ടായിരുന്നു. അഗ്നിക്കാവടി, നേർച്ച, അങ്ങനെ പലതും. എന്നാലും ആദ്യമൊന്നും മുടങ്ങിയതല്ലേ. അതിന്റെ സങ്കടത്തിൽ നിന്നും കരകയറാൻ മാധവൻ നായർ ഇതുപോലുള്ള വഴിപാടുകൾ നടത്തുന്നത് എപ്പോഴും നല്ലതാ. മുടക്കണ്ട. പക്ഷേ ഈ കല്യാണത്തിൽ വിഘ്നങ്ങളൊന്നും വരില്ല. കാരണം
കുറുപ്പാണ് പയ്യന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തുന്നത്. ഏതാ അതുകൊണ്ട് നടക്കുന്നേ ഉറപ്പാണ്. ആ പിന്നെ എന്നാ നമുക്ക് അകത്തോട്ട് കയറാം. ആ വന്നാട്ടെ വരും. കുറുപ്പിച്ച വരൂ. നമസ്കാരം. ആ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എന്താ സരോജിനി അമ്മേ, സുഖം തന്നെയല്ലേ? ഈശ്വരന്റെ കൃപ കൊണ്ട് സുഖമായിട്ട് പോന്നു. അല്ലെങ്കിലും സരോജിനി അമ്മയ്ക്ക് എന്ത് സുഖക്കുറവാ. നിങ്ങളുടെ ചെറുമകൻ കയറി പിടിച്ചത് വലിയ കുടുംബത്തിൽ നിന്നല്ലേ? ഞങ്ങളുടെ ചെറുമകളെ അല്ലേ അവൻ മനസ്സ് മാറ്റി വിളിച്ചിറക്കി കൊണ്ടുപോയത്. വന്ദനയാണെങ്കി കോടീശ്വരം മുതലാളിയെ കറക്കിയെടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. വിധി അവളുടെ ജാതകദോഷം. അവന്റെ താലിഭാഗ്യം പോലും ഇല്ലാതാക്കിയില്ലേ? എന്നിട്ട് മുകളിലോട്ട് വിളിക്കുകയും ചെയ്തില്ലേ? ഇപ്പോ വർഷയ്ക്ക് കൊമ്പത്ത് നിന്നല്ലേ ബന്ധം. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ഒപ്പിച്ചെടുക്കുന്നു? കല്യാണ ദിവസമാ, നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുക. അതുകൊണ്ട് മാത്രം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് 4 വർത്താനം പറയാത്തത്. വന്നത് കല്യാണം കൂടാനല്ല, അത് തകർന്നാൽ കണ്ട് രസിക്കാനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു ഗതി വരില്ല. ഇത് ഈശ്വരൻ നേരിട്ട് ഇറങ്ങി വന്ന് നടത്തിത്തരും. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മോന്തക്കിട്ടൊന്ന് തരേണ്ടതാ. പക്ഷേ എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയുന്നില്ല. പുറകിലെ സദ്യ ഒരുക്കിയിട്ടുണ്ട്. ചെന്ന് നക്കി തിന്നിട്ട് പോകാൻ നോക്ക് പെണ്ണുമ്പിള്ളേ. വാടാ. എന്റെ ഈശ്വര, മുഹൂർത്തം അടുത്ത് വരികയാണല്ലോ. കുറച്ചുകൂടി വേഗത്തിൽ പോമോനെ. ചേച്ചി ഇത് ഓട്ടോയാണ്, വിമാനമല്ല. ഇതിന് ഇത്രയും സ്പീഡൊക്കെ കിട്ടൂ. എനിക്ക് വേഗത്തിൽ എത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു കല്യാണക്കാരിയാ, എത്രയും വേഗത്തിലൊന്ന് എത്തണം. എന്റെ പൊന്നു ചേച്ചി, ഓട്ടോക്കൊക്കെ ഒരു സ്പീഡുണ്ട്. അതിൽ കൂടുതലേ സ്പീഡിൽ വിടുന്നത് നിയമവിരുദ്ധമാ. കഴിഞ്ഞ മാസം തന്നെ പെറ്റി 4 എണ്ണമാ. 4 എണ്ണം ഓവർ സ്പീഡ്. നിങ്ങളെ പോലെയുള്ളവരെ 100 രൂപ തന്നെ ഇറങ്ങിപ്പോവും. പെറ്റി അടയ്ക്കേണ്ടത് ഞാനാ. ഒന്നാതെ എഞ്ചിൻ പണിക്ക് റെഡിയായി നിൽക്കുന്ന വണ്ടിയാ. എപ്പോഴാ ഏതാന്നൊന്നും പറയാൻ പറ്റൂല. ഓടുന്ന ഓട്ടത്തില് ഡിമ്മെന്നൊരു സൗണ്ട് കേട്ടാ അപ്പൊ തീർന്നു. വണ്ടി ഇന്നല്ലേ സ്റ്റാർട്ടാവുന്നില്ല. പറഞ്ഞ് നാക്കെടുത്തില്ല. അതിനു മുന്നേ പണി കിട്ടിയെന്നാ തോന്നുന്നത്. സമാധാനമായല്ലേ? ചേച്ചി ഓട്ടോ കംപ്ലൈന്റ് ആയി, ഇറങ്ങിക്കോ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും വണ്ടി വരും ചേച്ചി. കൈയാണിച്ച് കേറി പോവാൻ നോക്ക്. അയ്യോ അയ്യോ മോനെ, അത് ശരിയാവില്ല. മോനെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വണ്ടി ഇന്ന് സ്റ്റാർട്ടാവുമെന്ന് തോന്നണില്ല. ദൈവമേ, വിളപ്പുറത്തമ്മേ പരീക്ഷിക്കരുതേ. എന്റെ കുഞ്ഞിന്റെ കല്യാണം. മോനെ, ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. എന്റെ മോളുടെ കല്യാണ മുഹൂർത്തം അടുക്കുക എന്ന് പറഞ്ഞ ഓട്ടോ സ്റ്റാർട്ടാവൂ? നിങ്ങൾ പോയാലും ഇല്ലെങ്കിലും പെണ്ണും ചെറുക്കനുണ്ടെങ്കിൽ കല്യാണം നടന്നിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ താമസിക്കുന്നതിനൊക്കെ ഒരു ഡിമാൻഡ് അല്ലേ? വണ്ടിയും പണിയായി.
ഇറങ്ങിക്കോ ചേച്ചി. അയ്യോ ചേച്ചി, ചേച്ചി ഇതുവരെ ഓടിന്റെ പൈസ തന്നില്ല. 50 രൂപയായി. ദാ, അയ്യോ അമ്മ നിക്ക്. എന്താ അമ്മ ഇവിടെ? ഇന്ന് മോളുടെ കല്യാണല്ലേ? കല്യാണമായിട്ട് ഇവിടെ നിൽക്കുകയാണോ? മോനെ, ദൈവമായിട്ട് നിന്നെ ഇവിടെ ഇപ്പൊ എത്തിച്ചത്. ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വന്നതാ, ഓട്ടോ കേടായി. അമ്മ കേറ്. ഞാനും അമ്മയുടെ മോളുടെ കല്യാണം കൂടാനായിട്ട് വരുന്ന വഴിയാ. കേറിക്കോ. പെട്ടെന്ന് വിടുമോനെ, താലി എന്റെ കയ്യിൽ ഇരിക്കുക. കൊള്ളാം. അമ്മ പിടിച്ചിരുന്നു. അമ്മയുടെ മോളുടെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് എനിക്ക് വേറൊരു കല്യാണത്തിന് കൂടി പങ്കെടുക്കണം. അയ്യോ, അതൊക്കെ അയക്കോ. പക്ഷേ സദ്യ ഞങ്ങളുടെ അവിടുന്ന് കഴിക്കണം. അതൊക്കെ ഏറ്റു. എന്നാ അമ്മ നന്നായിട്ട് പിടിച്ചിരുന്നു. ജെറ്റ് വേഗത്തിൽ അമ്മയെ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തി. ശരി. ആ വരൂ. ഓക്കേ. ആ അവനെ, ഇത് കരുണാകരക്കുറുപ്പ് സാറ്. നമസ്കാരം. അറിയാം. ഈ കേരളത്തിലെ കരുണാകരക്കുറുപ്പ് സാറിന് അറിയാത്തവരെ ആരാ ഉള്ളത്? 15 കൊല്ലം തുടർച്ചയായിട്ട് MLA ആയിട്ടിരുന്ന ആളല്ലേ? അയ്യോ, അത് ശരിയാണ്. പക്ഷെ ഞങ്ങളുമായിട്ട് മറ്റൊരു റിലേഷൻ കൂടിയുണ്ട്. അതും അറിയാം. നമ്മുടെ മനോജ് അളിയന്റെ അമ്മായിയച്ഛൻ. ആഹാ, അപ്പോ കുടുംബചരിത്രം മുഴുവൻ പഠിച്ചിട്ടാ നിൽക്കുന്നതല്ലേ? ആ, അപ്പോ കുറുപ്പ് സാറേ, വിക്രമിനെ പരിചയപ്പെടുത്താം. വിക്രം കെ മേനോൻ, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമ. ആ, ദേശത്തും വിദേശത്തുമായി 34 ബ്രാഞ്ചസ്. എല്ലാം പോസിറ്റീവ് റിവ്യൂസ് മാത്രം. എന്താ ശരിയല്ലേ? അപ്പോ രണ്ടുപേരെയും പരിചയപ്പെടുത്തുന്ന കാര്യത്തില് എനിക്ക് റോളൊന്നും ഇല്ലെന്നർത്ഥം അല്ലേ? അതെ, രാഷ്ട്രീയക്കാരനല്ലേ. വീട്ടു നമ്പർ മാത്രമല്ല, റേഷൻ കാർഡിന്റെ നമ്പർ വരെ അറിഞ്ഞെങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ടോപ്പ് റേറ്റിംഗിലുള്ള വിക്രമിന്റെ കമ്പനി ലോക പ്രശസ്തമല്ലേ? താങ്ക് യു സർ. വിക്രമിന് ബന്ധുക്കളായിട്ട് ആരുമില്ല. അതുകൊണ്ട് അറിയാം മാധവൻ നായരെ, കാര്യങ്ങളെല്ലാം ചന്ദ്രിക അമ്മ അവിടെ വന്നപ്പോ പറഞ്ഞു. വിക്രമിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഈ കല്യാണം നടത്താം, അത്രയല്ലേ ഉള്ളൂ. അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമല്ലേടൂ. വിക്രമിനെ ഞാൻ എന്റെ മകനായി തന്നെ കണ്ട് ഈ ചടങ്ങ് ഗംഭീരമായി തന്നെ നടത്തും. പോരെ? മതി. കല്യാണം മാത്രമല്ല, ഇനി അങ്ങോട്ട് ബിസിനസ് പരമായ എന്ത് കാര്യങ്ങൾക്കും രാഷ്ട്രീയപരമായ എന്ത് സഹായം വേണമെങ്കിലും ഈ കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. കൂടെ ഉണ്ട് മോനെ. ഓക്കെ സർ, താങ്ക് യു. ആ, എന്താ പോരെ? ഇനി അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കുറുപ്പ് സാറിന് എന്തെങ്കിലും സഹായം വേണ്ടി വന്ന ഒരു മകനെന്ന അവകാശത്തോടെ എന്നോടും ചോദിക്കാം. എന്താ പോരെ? കൊള്ളാം കൊള്ളാം. ഒരു ഗിവ് ആൻഡ് ടേക്കൺ ലൈനാണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും അല്ല. ഞാൻ വെറുതെ പറഞ്ഞതാ. വാമോനെ, അകത്തേക്ക് പോവാം. അമ്മ ഇവിടെ എത്തിക്കാനുള്ള ധൃതിയില് ഞാൻ ഗിഫ്റ്റിന്റെ കാര്യം മറന്നു. ഞാൻ പോയി ഒരു ഗിഫ്റ്റ് വാങ്ങിട്ട് പെട്ടെന്ന് വന്നേക്കാം. ഇവിടെ ആർക്കും ഗിഫ്റ്റ് ഒന്നും വേണ്ട. മനസ്സിലായി, മോന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാലോ. മുങ്ങാനുള്ള പരിപാടിയല്ലേ? അല്ലമ്മേ, ഒരു ഗിഫ്റ്റ്
മോൻ മണ്ഡപത്തിലേക്ക് വന്നത് തന്നെയാ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇനി പ്രത്യേകിച്ചൊരു ഗിഫ്റ്റ് ഒന്നും വാങ്ങാൻ പോണ്ട. എന്റെ കൂടെ വാ, ഒന്നും ആലോചിക്കണ്ട. വരാം. അമ്മ അകത്തേക്ക് പൊയ്ക്കോ. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് ഉടനെ വന്നേക്കാം. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. എന്റെ മോളുടെ കല്യാണ. എന്റെ മോനെ പോലെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം. ശരി അമ്മ, ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കാം. അമ്മ പോയി താലിയെടുത്ത് വയ്ക്കേ. ശരി. ഹലോ. അനുസരിക്കാൻ തയ്യാറല്ലെന്ന് കണ്ടപ്പോ ഞങ്ങൾ ബോസിനെ വിളിച്ചിരുന്നു. അവള് എന്റെ പെണ്ണ്. ഇവളെവിടെയുണ്ടോ? എങ്കിൽ ഇന്നത്തെ ദിവസം പൊളിക്കും. ഇവിടെ ഞാൻ ഒരുപക്ഷെ ഈ കുട്ടി കല്യാണപ്പെണ്ണിന്റെ കൂട്ടുകാരിയായിരിക്കും. ഈ കല്യാണത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വലിയ നഷ്ടമായി പോയനെ. കുട്ടി കുട്ടി ഇവിടെ. നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നടു റോഡിൽ കിടന്ന് തല്ലും പിടിയും ഉണ്ടാക്കുന്ന ഒരു തെമ്മാടിയാണെന്ന് ആദ്യം കരുതിയത്. അവസാനത്തെ സംഭവത്തോടെ കൊല്ലും കൊലയുമായിട്ട് നടക്കുന്ന ഒരു പക്ക ക്രിമിനൽ ആണെന്ന് മനസ്സിലായി. ഇവിടെ ഏത് കൊട്ടേഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന? കൊട്ടേഷനോ? എന്താ ആദ്യമായിട്ട് വാക്ക് കേൾക്കായിരിക്കും അല്ലേ? ഇതൊരു കല്യാണം നടക്കാൻ പോകുന്ന സ്ഥലം. ഇവിടെ ക്ഷണിച്ചു വരുത്തിയവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതല്ല കുഴപ്പമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ തണ്ടും തടിയുള്ള ആണുങ്ങളുണ്ട് ഇവിടെ. കയ്യും കാലും കൂട്ടിക്കെട്ടി പോലീസിൽ ഏൽപ്പിക്കും. എന്താ മോളെ, എന്താ പ്രശ്നം? ഇയാള് തന്നെ പ്രശ്നം. ഇയാള് വാടക കൊലയാളിയാ. ഏതോ കൊട്ടേഷനുമായിട്ട് വന്നതാ. പ്രകാശേട്ടാ, ഉടനെ തന്നെ പോലീസിനെ വിളിക്ക. കുട്ടി എന്താ ഇത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ചിലപ്പോ ഈ കല്യാണം മുടക്കാനുള്ള കൊട്ടേഷനും കൊണ്ട് വന്നതായിരിക്കും. ഹലോ, ഇതൊരു കല്യാണം നടക്കുന്ന സ്ഥലമാ. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പുറത്തേക്ക് പോണം. അല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. പുറത്തു പോകാനോ? ഞാനോ? എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു വരുത്തിയതാ. ഞാൻ പുറത്തു പോണമെങ്കിൽ വിളിച്ചവര് പറയണം. അല്ലാതെ എന്നോട് ഇവിടുന്ന് പുറത്തു പോകാൻ പറയാൻ നിങ്ങൾക്കെന്താ അവകാശം? നിങ്ങൾ ആരാ? എന്നെ കല്യാണത്തിന് വിളിച്ച ആളെത്തിയല്ലോ. അമ്മേ, അമ്മ ക്ഷണിച്ചിട്ടില്ലേ ഞാൻ ഇവിടെ കല്യാണം കൂടാൻ വന്നേ? ആരാമ്മ ഇവരൊക്കെ? എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറയുവര്. ഇതെന്താ വിളിച്ചു വരുത്തിട്ട് ആക്ഷേപിക്കാണോ? അമ്മേ, ഞാൻ പോയിക്കോളാം. മോനെ മോനെ മോൻ എന്തിനാ ഇവിടുന്ന് പോകുന്നത്? അതിനാണോ ഞാൻ ക്ഷണിച്ചത്? മോൻ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ ഉണ്ടാവണം.
എങ്കിൽ ആ കാര്യം ആദ്യം ഇവരെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇവർക്ക് സഹിക്കാനാവുന്നില്ലെങ്കിൽ അമ്മ ആദ്യം ഇവരെ ഒന്ന് പുറത്താക്ക്. അമ്മ ക്ഷണിച്ചു വരുത്തിയ അതിഥിയാണ് ഇവർ അപമാനിക്കുന്നത്. ഇവരെ ആദ്യം പുറത്താക്ക്. അത് പറ്റില്ലല്ലോ മോനെ. കല്യാണ പെണ്ണിന്റെ സ്വന്തം ചേച്ചിയും ചേട്ടൻ പ്രകാശും ആ നിൽക്കുന്നത്. അവരെ പറഞ്ഞു വിടാൻ പറ്റുമോ? അല്ല, ഇത് ആരാണെന്ന് പറഞ്ഞു? കല്യാണ പെണ്ണിന്റെ ചേച്ചി.